ആഭാസം നമ്മുടെ സ്കൂളുകളിൽ വേണോ? കുളിക്കാൻ പോകുന്ന ടവൽ ധരിച്ച് സ്കൂളിൽ പബ്ലിക്കായി കാജലിന്റെ മേരെ ഖാബോ മേജോ ആയേ എന്ന ഡാൻസ് കളിച്ച് സ്കൂൾ കുട്ടികൾ. ഇതിനെ എതിർക്കുന്നത് സദാചാര പോലീസാണോ? ഇതിനെ എതിർക്കുന്നത് പുരുഷ മേധാവിത്വമാണോ? ഇങ്ങനെ കാണിക്കുന്നതാണോ ഫെമിനിസം? ഇതാണോ ആവിഷ്കാര സ്വാതന്ത്ര്യം? ഈ ചോദ്യങ്ങളാണ് നമ്മൾ ഉന്നയിക്കുന്നത്. ബംഗാളിലും ഇന്ത്യയിലും വ്യാപകമായ വിമർശനങ്ങൾക്ക് വഴിവെച്ച സ്കൂൾ കുട്ടികളാണ്. നിങ്ങൾ നോക്കുക, സ്കൂൾ ഞാൻ അവരെ ഈ ഡ്രസ്സിൽ പബ്ലിക്കലി വന്ന് ഡാൻസ് കളിച്ചു, അത് അവരുടെ അല്ലെങ്കിൽ അവരുടെ പേരൻസിന്റെ മര്യാദകേട്. പക്ഷെ നമ്മൾ അവരെ കവർ ചെയ്താണ്, അറ്റ്ലീസ്റ്റ് കണ്ണ് കവർ ചെയ്ത് ഐഡന്റിറ്റി റിവീൽ ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. എന്തൊരു ആഭാസമാണ്! നമ്മുടെയൊക്കെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ ഇങ്ങനെയുള്ള പെൺകുട്ടികൾ, അതായത് പെൺകുട്ടികൾ ഇങ്ങനെയുള്ള ഡാൻസ് കളിച്ച്, ഇങ്ങനെയുള്ള പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇനി കേസ് വരുമോ എന്നറിയില്ല, അതുകൊണ്ട് പെൺകുട്ടികൾ ഇങ്ങനെയുള്ള ഡാൻസ് കളിച്ചാൽ ശരിയാകുമോ? സ്കൂൾ കുട്ടികളാണ്, സ്കൂളിലെ പൊതുപരിപാടിയുടെ ഭാഗമായിട്ട് അവർ കളിക്കുന്ന ഡാൻസ് ആണ്. നമുക്ക് നോക്കാം. പുരോഗമനത്തിന്റെ അധോഗമനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. NDTV ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ടവൽ ഡാൻസ് അറ്റ് സ്കൂൾ സ്പാർക്സ് റോ. അവർക്കെതിരെ നോട്ടീസ് പോയിട്ടുണ്ട്. ഈ പെൺകുട്ടികളുടെ ഡ്രസ്സാണ്, ഓൺ സ്റ്റേജ് പെൺകുട്ടികളുടെ ഡ്രസ്സാണ് നമ്മൾ കാണുന്നത്. ഇതാണോ ആവിഷ്കാര സ്വാതന്ത്ര്യം? ഇതിനെ എതിർക്കുന്നത് സദാചാര പോലീസാണോ? തുടങ്ങിയ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ദിൽവാലെ ദുൽഹനിയയിലെ പാട്ടാണ് അവർ കളിച്ചത്. അപ്പൊ എന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞാലേ, ദിൽവാലെ ദുൽഹനിയയിൽ കാജൽ ഇത് കഴിക്കുന്നതിന് പ്രശ്നമില്ല. കാര്യം കാജൽ ഒരു ആക്ട്രസും അവർ ഓൺ സ്ക്രീൻ ചെയ്യുകയാണ്. പക്ഷെ സ്കൂൾ എന്ന് പറയുന്ന സ്ഥലത്ത്, കോളേജ് എന്ന് പറയുന്ന സ്ഥലത്ത് സെക്ഷുവൽ ടിറ്റിലേഷൻ ഉള്ള ഇത്തരം ഡാൻസുകൾ കളിക്കുന്നത് ശരിയാണോ? നമ്മളെല്ലാം മേരെ ഖാബോ മേജോ ആയേ എന്ന പാട്ട് TV-യിൽ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളവരാണ്. അതിൻ്റെതായ രസമുണ്ട്. പക്ഷെ അത് സ്കൂളിൽ ചെയ്യാൻ പാടുള്ളോ എന്ന ചോദ്യമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചോദിക്കേണ്ടത്. ആ ചോദ്യം ചോദിക്കുന്നതിന് പകരം ഇതിനെ ന്യായീകരിക്കുന്ന ഒരുപാട് പേരെ കാണാം. ഇത് എത്രമാത്രം വൾഗറും അധപ്പതനവുമാണ് എന്ന കാര്യത്തിൽ സംശയമുണ്ടോ? വ്യാപകമായി ഈ പെൺകുട്ടികൾക്കെതിരെയുള്ള സെക്ഷുവലൈസ്ഡ് പോർട്രയൽ ആണ് എന്ന് പറഞ്ഞ് അതിനെതിരെ കംപ്ലൈന്റുകൾ വന്നിട്ടുണ്ട്. തീർച്ചയായും അതിശക്തമായ രീതിയിൽ നോക്കുക, എനിക്കത് കണ്ടിട്ടേ അതിന്റെ ദേഷ്യം സഹിക്കുന്നില്ല. പ്രമുഖ ചാനലുകളുടെ വീഡിയോ ആണ് ഇത്. കാണിക്കുന്നത് എനിക്ക് ഉത്തരവാദിത്തമല്ല. കാര്യം ഓൾറെഡി സോഷ്യൽ മീഡിയയിലുള്ള അതിഭയങ്കരമായ ദേഷ്യമാണ് എനിക്കിത് കണ്ടപ്പോൾ വന്നത്. കാര്യം അത്രമാത്രം ആഭാസമാണ്. നമ്മുടെ മക്കളൊക്കെ പഠിക്കുന്ന സ്കൂളിൽ ഇങ്ങനെ ഉണ്ടായാൽ നമുക്ക് ഇങ്ങനെ തോന്നും. അതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. स्कूल आजकल सोशल मीडिया पर एक 15 सेकंड का वीडियो तेजी से वायरल हो रहा है। दावा किया जा रहा है कि ये वीडियो जीवन ज्योति मॉडल स्कूल के किसी सांस्कृतिक कार्यक्रम का है। ये स्कूल पश्चिम बंगाल का जीवन ज्योति स्कूल അവരുടെ കൾച്ചറൽ സാംസ്കൃതിക് പ്രോഗ്രാം എന്നാണ് പറയുന്നത്. बताया जा रहा है। वायरल वीडियो में कुछ लड़कियां स्टेज पर टॉवल लपेटकर डांस कर रही हैं। टॉवल बताया जा रहा है कि ये डांस किसी स्कूल के सांस्कृतिक कार्यक्रम के दौरान किया गया था। പുറകിൽ ആ സ്കൂളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. എന്തൊരു ആഭാസമാണ്! ये वीडियो कब का है और किस मौके पर रिकॉर्ड किया गया? ഇങ്ങനെ ധരിച്ച് നമ്മുടെ സ്കൂളുകളിൽ, സ്കൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ദൈവീകമാണ്, നന്മയുള്ളതാണ്, സരസ്വതി ക്ഷേത്രമാണ്, അല്ലെങ്കിൽ വിദ്യാലയമാണ്, ഇങ്ങനെയൊക്കെ വ്യത്യസ്ത ഭാഷകളിൽ വിളിക്കുന്നതേ അതിനൊരു മനോഹാരിത നൽകാനാണ്. അവിടെയാണ് സ്കൂളിലും കോളേജിലും ഇത്തരം ടവൽ ഡാൻസ് ശരിയാണോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, അതിനെതിരെ പ്രതികരിക്കണം. ഇത്തരം ആഭാസ നൃത്തങ്ങളെ എൻകറേജ് ചെയ്ത് സപ്പോർട്ട് ചെയ്യരുത്. ഇത് ഇവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമല്ല, സ്കൂളിന്റെയും കോളേജിന്റെയും അന്തരീക്ഷം മലീമസമാക്കുന്നതാണ്. അവിടെയാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഇനോഗ്രേഷന് സ്കൂളിൽ പോകുമ്പോഴും കോളേജിൽ പോകുമ്പോഴും നമ്മുടെ പ്രമുഖ നടികളടക്കം സെക്ഷുവൽ ടിറ്റിലേഷൻ ആവരുത് നമ്മുടെ ഉദ്ദേശം. നിങ്ങൾ അങ്ങനെ നൈറ്റ് ക്ലബ്ബിൽ പൊക്കോളൂ, DJ പാർട്ടിക്ക് പൊക്കോളൂ, ഡാൻസ് ബാറിൽ പൊക്കോളൂ, ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഇങ്ങനെ സ്കൂളിലോ കോളേജിലോ പൊതുപരിപാടികളിലോ പോകരുത്. അതിനൊരു ഡെക്കോറമുണ്ട്. അതൊരു സദാചാര ആംഗല ആയതുകൊണ്ടല്ല പറയുന്നത്. പകരം സ്കൂളിനും കോളേജിനും അതിൻ്റെതായ മര്യാദയും മാന്യതയും ഉണ്ട്. അതിശക്തമായ രീതിയിൽ ഇത്തരം പ്രവണതകൾ പ്രതിരോധിച്ചില്ലെങ്കിൽ നമ്മുടെ വരും തലമുറകളെയാണ് അത് വളരെ ദോഷകരമായി ബാധിക്കുക എന്ന് മാത്രം പറയുന്നു. ഇത്തരം അധപതനങ്ങളിലേക്ക് പുരോഗമനത്തിന്റെ പേരിൽ നമ്മൾ പോകരുത്. ഇതല്ല ഫെമിനിസം. ഫെമിനിസത്തിനോട് നമ്മൾ സ്ഥിരം ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. പക്ഷെ ഇതല്ല ഫെമിനിസം, ഇതാകരുത് ഫെമിനിസം. ഇതിനെതിരെ, ഇത്തരം ജീർണതകൾക്കെതിരെ പ്രതികരിക്കാൻ നമ്മുടെ യുവതലമുറയും നമ്മുടെ സമൂഹവും ഉണർന്നു വരണം. ഇതെല്ലാം ഓക്കെയാണ് എന്ന് പറയുന്ന രീതിയിൽ ഒരു സ്കൂളിന്റെ മാർക്കറ്റിങ്ങിന് വേണ്ടി ടവൽ ഡാൻസ് കളിപ്പിക്കുന്നതിൽ യാതൊരു നന്മയുമില്ല, ശരിയുമില്ല, ധാർമ്മികതയുമില്ല എന്ന തിരിച്ചറിവ് നമുക്ക് വേണം.